തൃശൂരിൽ കനത്ത മഴയിൽ റോഡുകൾ വെള്ളത്തിലായപ്പോഴും ഒരു ഭാഗത്ത് കുഴിയടയ്ക്കാനുള്ള ടാറിംഗ് യജ്ഞത്തിലായിരുന്നു കരാറുകാർ. കൊടുമഴയിൽ ടാർ പിടിക്കില്ല എന്നറിഞ്ഞിട്ടും ജോലി നിർത്തിയില്ല. പൊതുപ്രവർത്തകനായ ഷാജി കോടങ്കണ്ടത്ത് പ്രതിഷേധമുയർത്തിയതോടെയാണ് ടാറിംഗ് മതിയാക്കി ജോലിക്കാർ മടങ്ങിയത്. തൃശൂരിൽ രാവിലെ 7 മുതൽ 8:30 വരെ അതിതീവ്ര മഴയായിരുന്നു. ഇതിനിടയിലാണ് തൃശൂരിലെ റോഡുകൾ ടാർ ചെയ്യുന്ന കരാറുകാരനൊരു മോഹം, ഇന്ന് ടാർ ചെയ്ത് കളയാമെന്ന്. തൃശൂരിലെ സ്വരാജ് റൗണ്ടിനെയും KSRTC ബസ് സ്റ്റാൻഡിനെയും ബന്ധിപ്പിക്കുന്ന മാരാർ റോട്ടിൽ തന്നെ തുടങ്ങാൻ തീരുമാനിച്ചു. സാമഗ്രികളുമായി കരാറുകാരനും തൊഴിലാളികളും റോട്ടിലേക്ക് എത്തുന്നു. തലയ്ക്ക് മുകളിൽ കോരിച്ചൊരിയുന്ന മഴ. കോരിച്ചൊരിയുന്ന മഴയത്ത് രാവിലെ 8 മണിയോടുകൂടി മാരാർ റോട്ടിലേക്ക് കുതിച്ചെത്തി ടാറുമായി തൊഴിലാളികൾ. തൃശൂർ നഗരത്തിലെ കുഴികളെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ കുഴിച്ചുമൂടുമെന്ന ഭാവമായിരുന്നു കരാറുകാരന്. ഇതിനിടയിലാണ് പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഈ കാഴ്ച കാണുന്നത്. ടാറിംഗ് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ആദ്യഘട്ടത്തിൽ കരാറുകാരൻ തയ്യാറായില്ല. മഴയത്ത് തന്നെ ടാറിങ്, ഈ മഴയത്ത് എന്തിനാ അടക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർക്കൊരു പ്രതികരണമില്ല. അവർ ഈ കുഴി അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഈ പണി നിർത്തണം. നിങ്ങൾ ഇത് നികുതി പണമാണ് ഇത് ദുർവിനിയോഗം ചെയ്യുന്നത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. 3 ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ തൃശ്ശൂരിൽ കുഴിയിൽ വീണ അപകടത്തിൽ മരിച്ചത്. ഷാജിയുമായുള്ള തർക്കത്തിനിടയിലും ചെറിയ കുഴി അടച്ചെന്ന് വരുത്താൻ അവർ മറന്നില്ല. ഷാജിയുടെ എതിർപ്പിന് ശബ്ദം കുറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കോരിച്ചൊരിയുന്ന മഴയത്ത് തൃശ്ശൂരിലെ കുഴികളെല്ലാം അടച്ചെന്ന് വരുത്തി കരാറുകാരനും തൊഴിലാളികളും ആത്മസംതൃപ്തിയോടെ മടങ്ങിയേനെ. പൊതുജനങ്ങളെ വിഡ്ഢികളാക്കി. റിപ്പോർട്ടർ, തൃശൂർ.